ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ആ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിൽക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്? നേരത്തെ അങ്ങനത്തെ ചർച്ചകളില്ല. നേരത്തെ 2 ഇരുമുന്നണികൾ, ഒന്നിലെ UDF അല്ലെങ്കിൽ LDF. അപ്പോൾ LDFന് എതിരെ ഭരണവിരുദ്ധ വികാരം വന്നാൽ അത് UDFനെ ജയിപ്പിക്കും. UDFന്റെ ഗുണം കൊണ്ടല്ല, LDFനെതിരായിട്ട് ചെയ്യുന്ന വോട്ടുകളാണ് UDFന്റെ വിജയത്തിന് കാരണമായിട്ട് മാറുന്നത്. ഇപ്പം പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെയല്ല. അത് ഏതാണ്ട് ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവം പുലർത്തുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് എതിരായിട്ടുള്ള വികാരങ്ങളെ രണ്ടായിട്ട് പകുത്ത് ഒന്ന് BJPക്കും ഒന്ന് കോൺഗ്രസിനുമായിട്ട് കൊടുത്തു പോയി കഴിഞ്ഞാൽ അപ്പോഴും ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നില്ല. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് കരുതുന്നില്ല. ഇടതുപക്ഷത്തിന് ഒരു സാധ്യതയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ആദ്യം ബിനു സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ താരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ ഷൗക്കത്താണ്. അപ്പോൾ കോൺഗ്രസ് ഞങ്ങൾ ഇന്ന് തീരുമാനിക്കും, അല്ലെങ്കിൽ നാളെ തീരുമാനിക്കും, ഉടനെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞതിൽ ഒരു പ്രസക്തിയില്ല. ഒറ്റ ആളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, അത് ആര്യൻ ഷൗക്കത്തിനെയാണ്. ആര്യൻ ഷൗക്കത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ആര്യൻ ഷൗക്കത്ത് ഒന്നിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും, അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോ അതിൻ്റെ സ്ട്രാറ്റജിക്ക് ഒരു പ്രസക്തി ഇപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുവാണ് മറ്റവർ രണ്ടുപേരും. അതെ, അതുകൊണ്ടാണ് എന്താണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞല്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രസ്താവിക്കും. ആകെ 3 ആഴ്ച തിരഞ്ഞെടുപ്പിനുള്ളത്. എന്നിട്ട് ഇടതുപക്ഷം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും. സാധാരണ ഇത് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ടീം അവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.